അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ, SSFന്റെ കാസർഗോഡ് സെക്ടർ സാഹിത്യോത്സവ വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സാഹിത്യോത്സവം കൊണ്ട് അർത്ഥമാക്കുന്നത്? അത് കലയുടെ ഒരു ശേഖരമാണ്, കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വേദിയാണ്. ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടാവേണ്ട, ഒരു കുട്ടിയിൽ ഉണ്ടാവേണ്ട ആശയം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയാണ് സാഹിത്യോത്സവ വേദി എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിന്റെ ആത്മാവ് അത് കുടികൊള്ളുന്നത് അവിടുത്തെ കലയിലൂടെയാണ്. ഒരു സമൂഹം എങ്ങനെ വാർത്തെടുക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ സമൂഹം എങ്ങനെ കലാപരമായി മുന്നോട്ട് നയിക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നു എന്ന തരത്തിലാണ്. ലോകത്തിലെ അതിപ്രശസ്തമായ ഒരു രാജ്യമാണ് മൗരിത്താനിയ എന്ന് പറയുന്നത്. ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെറും 50 ലക്ഷം ജനങ്ങൾ മാത്രമാണ് ആ രാജ്യത്ത് ജീവിക്കുന്നുള്ളത്. എന്നാൽ ആ 50 ലക്ഷം ജനങ്ങളിൽ നിന്ന് 10 ലക്ഷം ജനങ്ങളും ഖുർആൻ ഹിഫ്ള് മനപ്പാടമുള്ളവരാണ്, ഖുർആൻ മനപ്പാടമുള്ളവരാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലും അവർ ആ 10 ലക്ഷം ജനങ്ങൾ ഖുർആൻ മനപ്പാടമാക്കാനുള്ള കാരണമായി അവിടുത്തെ പോയ യാത്രക്കാർ പറയുന്നത്, അവിടെ പോയ ടൂറിസ്റ്റുകൾ പറയുന്നത് ആ രാജ്യത്ത് സെൽഫോൺ ഉപയോഗം കുറവാണ്, ആ രാജ്യത്ത് സോഷ്യൽ മീഡിയ ഉപയോഗം, ഇന്റർനെറ്റ് ഉപയോഗം കുറവാണ്. അത് കാരണമാണ് അവർക്ക് മനപ്പാടം കൂടാനുള്ള ഹേതു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ നവകാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനപ്പാടത്തെ, നമ്മുടെ ഏകാഗ്രതയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, അല്ലെങ്കിൽ അതിനെ വഴിതെറ്റിക്കുന്ന ഒരു കാരണമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഉപയോഗം എന്ന് പറയുന്നത്. മൊബൈൽ നമ്മൾ ഉപയോഗിക്കണം എങ്ങനെ? നമുക്ക് ആവശ്യമായ തരത്തിൽ. അതിനുള്ള വേദികളാണ് ഇങ്ങനെയുള്ള സാഹിത്യോത്സവം ഒരുക്കുന്നത്. കാരണം ഈ സമയത്ത് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ മഗ്‌രിബോടടുത്ത സമയം വരെ നമ്മൾ ഫോണുകൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ കലകളിലായി അലിയുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഇന്ന് വൈകുന്നേരം വരെ എന്ന് പറയുന്നത് നമ്മുടെ കലാവാസനയെ പുറത്തെടുക്കാനുള്ള ഒരു സമയമാണ്, ഒരു അവസരമാണ്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ ആദ്യമായി പ്രാർത്ഥന നടത്തി തന്ന നമ്മുടെ ഖലീൽ അംജദി ഉസ്താദ് വേദിയിലേക്ക് സ്വാഗതം ഓതുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് രവീന്ദ്രൻ പാടി സാറാണ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ പ്രമേയ പ്രഭാഷണം നടത്തി തരുന്ന SSF ജില്ലാ ഫിനാൻസ് സെക്രട്ടറി ഫയാസ് പട്ല വേദിയിലേക്ക് സ്വാഗതം ഓതുന്നു. അതുപോലെ തന്നെ വേദിയിലുള്ള മുഹമ്മദ് ടിപ്പു, അതുപോലെ തന്നെ നജീബ് ഉസ്താദ്, അതുപോലെ തന്നെ വിധി നിർണയിക്കാൻ വന്ന ജഡ്ജിമാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഈ സാഹിത്യോത്സവ് സ്വാഗത സംഘം ചെയർമാൻ ഷംസുച്ച, അതുപോലെ തന്നെ വേദിയിലുള്ള മറ്റു നേതാക്കൾ, അതുപോലെ തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സ്വാഗതമാകുന്നു. ഇൻഷാ അല്ലാഹ് അധ്യക്ഷ സ്ഥാനത്ത് ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.